മുത്തശ്ശിക്കഥയിലെ മരണം. എന്റെ കുട്ടാ, ഇതൊരു കഥയല്ല. പണ്ട് നമ്മുടെ ഈ തറവാടിന്റെ തെക്കേ പറമ്പിലെ പഴയ വീട്ടിൽ ശരിക്കും നടന്ന കാര്യമാണ്. അവിടെ രാഘവൻ നായർ എന്നൊരാൾ താമസിച്ചിരുന്നു. ഒറ്റത്തടിയായിരുന്നു അയാൾ. ഒരു ദിവസം രാത്രി കനത്ത മഴയത്ത് അയാൾ പുറത്തിറങ്ങിയപ്പോൾ പറമ്പിന്റെ അതിരിൽ ആരോ നിൽക്കുന്നത് കണ്ടു. കയ്യിലൊരു പഴയ റാന്തലും ഉണ്ട്. അയൽവാസി വല്ലതുമാണോ എന്ന് കരുതി അയാൾ അങ്ങോട്ട് ചെന്നു. പക്ഷേ അയാൾ അടുത്തേക്ക് ചെല്ലുംതോറും ആ രൂപം പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ കാടുപിടിച്ച ആ വലിയ കുളക്കരയിലെത്തിയപ്പോൾ ആ രൂപം നിന്നു. റാന്തലിന്റെ വെളിച്ചത്തിൽ അയാൾ നോക്കിയപ്പോൾ കണ്ടത് തന്റെ തന്നെ മുഖമുള്ള ചോര വാർന്ന മറ്റൊരു രാഘവൻ നായരെയാണ്. പേടിച്ചു വിറച്ച് അയാൾ വീട്ടിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. അന്നു രാത്രി മുഴുവൻ വാതിലിൽ ആരോ പതുക്കെ മാന്തുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് നേരം വെളുത്ത് നാട്ടുകാർ നോക്കുമ്പോൾ കണ്ടത് വീടിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ്. വാതിൽ പൊളിച്ചകത്ത് കടന്നവർ ഞെട്ടിപ്പോയി. രാഘവൻ നായർ കസേരയിൽ മരിച്ചു കടക്കുന്നു. അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരുന്നു. മുഖത്ത് വല്ലാത്തൊരു ഭയം തളം കെട്ടി നിന്നിരുന്നു. അതിലും പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്നോ? മുറിയുടെ ഉൾവശത്തെ ചുമരിൽ മുഴുവൻ നഖം കൊണ്ട് മാന്തിയ പാടുകളായിരുന്നു. താൻ കണ്ട ആ രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ സ്വന്തം കൈവിരലുകൾ കൊണ്ട് ആ ചുവരുകൾ മാന്തി പൊളിച്ചതാണ്. ആ രാത്രി അവിടെ അയാൾ തനിച്ചായിരുന്നില്ല എന്ന് ഇന്നും പഴമക്കാർ പറയും. ഇതുപോലെയുള്ള യഥാർത്ഥ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.